പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എബ്രഹാമിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഏകസത്യ ദൈവമേ, ഞങ്ങളുടെ ഈ ശുശ്രൂഷകളെ മുഴുവൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ചുള്ള പ്രാരംഭമായ അറിവുകൾ, ബൈബിൾ സാക്ഷരത ദൈവജനത്തിന് ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പ്രബോധനങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും വെളിപ്പെടുത്തി തന്ന ബൈബിളിലെ മറഞ്ഞിരിക്കുന്ന ലളിതമായ ആത്മീയസത്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നവ, അത് കർത്താവെ അറിയുവാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാതെ പോകുന്ന ആളുകൾക്ക് ബൈബിളിനെ കുറിച്ചുള്ള പ്രാഥമികമായ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ അങ്ങ് ഏറ്റെടുക്കണം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഇത് പ്രഘോഷിക്കുന്ന ഞങ്ങളിലേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബൈബിൾ മുഴുവനും വായിക്കുവാനും സാധിക്കുമെങ്കിൽ കൈകൾ കൊണ്ട് മുഴുവൻ ബൈബിൾ എഴുതുവാനും സാധ്യമായ അവസരങ്ങളിൽ ബൈബിൾ പഠിക്കുവാനും വായിച്ചവയും എഴുതിയവയും പഠിച്ചവയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കൃപ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഇന്ന് നമുക്ക് യാക്കോബിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് ആഴമായ പഠനങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഒരു ഏറ്റവും പ്രാഥമികമായ അറിവെങ്കിലും സുവിശേഷത്തെക്കുറിച്ച് ആളുകൾക്ക് ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഈ പരമ്പര ചെയ്യുന്നത്. ഗവേഷണം നടത്തുന്നതിനോ പഠിച്ച് പണ്ഡിതരാകുന്നതിനോ ഒന്നുമല്ല. ഏറ്റവും പ്രാഥമികമായ പ്രാരംഭമായ അറിവുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗഹനമായ കാര്യങ്ങൾ ഒഴിവാക്കുകയും ലളിതമായ ചില കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഇതിനെ അത്തരത്തിൽ മനസ്സിലാക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥനയോടെ അപേക്ഷിക്കുകയാണ്. എബ്രഹാത്തിന് ഇസഹാക്ക് എന്ന മകൻ സാറയിൽ ജനിക്കുന്നു. ഇസഹാക്ക് റബേക്കയെ വിവാഹം കഴിക്കുന്നു. അവർക്ക് 2 മക്കളുണ്ടാകുന്നു. ആ 2 മക്കളുണ്ടായ സമയത്ത് മൂത്ത മകനായ ഏസാവ് അന്യമത വിവാഹത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും അത് പ്രത്യേകിച്ച് റബേക്കയ്ക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ റബേക്കയ്ക്ക് ഇളയ മകനായ യാക്കോബിനോട് പ്രത്യേകമായൊരു താല്പര്യമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ റബേക്ക പറയുന്നു, എൻ്റെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിൽ ചെന്ന് ലാബാൻ്റെ പുത്രിയെ വിവാഹം കഴിക്കുവാനായിട്ട് നിർദ്ദേശിക്കുന്നു. അതിനു മുൻപ് തന്നെ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് മൂത്ത മകനാണ് അപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുക. കുടുംബസ്വത്തിൽ 3/2 മൂത്ത മകന് തന്നെയാണ് ലഭിക്കുക. എന്നാൽ നമ്മൾ വായിക്കുന്നുണ്ട്, കടിഞ്ഞൂൽ അവകാശം നേരത്തെ തന്നെ ഏസാവിൽ നിന്ന് യാക്കോബ് കൈക്കലാക്കുന്നു. മരിക്കുന്നതിന് മുൻപ് അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം ഏസാവിലേക്ക് പോവാതെ യാക്കോബ് ആ അനുഗ്രഹം അമ്മയുടെ സഹായത്താൽ നേടിയെടുക്കുന്നു. ആ നേടിയെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ 27-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പിതാവ് എന്നെ തൊട്ടു നോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക. ഒരിക്കൽ കൂടി വായിക്കാം. പിതാവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്പിരിച്വൽ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് മുൻപ് എപ്പിസോഡുകളിൽ പറഞ്ഞു. അപ്പോൾ എബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്കും, ഇസഹാക്കിൽ നിന്ന് ഇനി പകരപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ഏസാവിനാണ്. എന്നാൽ ആ സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് യാക്കോബ് അമ്മയുടെ സഹായത്താൽ കൈക്കലാക്കുന്നു.
ആ കൈക്കലാക്കാനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് 12-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുകയാണ്. പിതാവ് എന്നെ തൊട്ട് നോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക. അവൻ്റെ അമ്മ പറഞ്ഞു, ആ ശാപം എൻ്റെ മേലായിരിക്കട്ടെ മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക, പോയി അവ കൊണ്ടുവരിക. അതായത് നായാട്ട് മൃഗത്തെ പിടിക്കുന്നതിന് പകരം കൂട്ടിക്കിടക്കുന്ന ആടിനെ പിടിച്ചുകൊണ്ടുവന്ന് കറി വെച്ച് നല്ല ഭക്ഷണം കൊടുത്ത് അനുഗ്രഹം സ്വീകരിക്കുന്നതിന് വേണ്ടി ചെയ്യണം. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, റെബേക്ക, അത് നീ കബളിപ്പിക്കപ്പെടുകയാണെങ്കിൽ പിതാവ് അനുഗ്രഹത്തിന് വേണ്ടി ശപിക്കുകയാണെങ്കിൽ ആ ശാപം ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ പലപ്പോഴും ദ ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറയുന്നതാണ്, സ്വയം വരുത്തി വയ്ക്കുന്ന ശാപം. വഴിയെ പോകുന്ന വയ്യാവേലി പിടിച്ച് തോളിലിടുക എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ആദി ഉള്ളൊരു സംഭവമാണ്. ശാപം സ്വയം ക്ഷണിച്ചു വരുത്തുക. ഇവിടെ പറയാണ്, അപ്പൻ മകനെ ശപിക്കുകയാണെങ്കിൽ ആ ശാപം എൻ്റെ മേൽ വരട്ടെ. നമ്മൾ പിന്നീട് വായിക്കുന്നു, നല്ലതല്ലാത്ത ഒരു മരണമാണ് റെബേക്കയ്ക്ക് സംഭവിക്കുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നു 27-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കണം. യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച് വാരിൻ്റെ മണമാണ് എൻ്റെ മകൻ്റേത്. ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാകട്ടെ. ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ. നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക. നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ. നിന്നെ ശപിക്കുന്നവർ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. നമ്മൾ പലപ്പോഴും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്ന സമയത്ത് 1 സെൻറ്റ് കുറഞ്ഞു, 1/2 സെൻറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനമല്ല കിട്ടിയത്, ചേട്ടന് കിട്ടി, അനിയന് കിട്ടി, പല വഴക്കുണ്ടാവും. അവസാനം ഈ കുടുംബസ്വത്ത് ഭാഗം വെച്ച് കഴിയുമ്പോൾ അപ്പനും അമ്മയും ഉണ്ടാക്കിയ സ്വത്താണെങ്കിൽ പോലും അപ്പനും അമ്മയും വെറുക്കപ്പെട്ട ജീവികളായിട്ട് മാറുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ പലപ്പോഴും കുടുംബങ്ങളിൽ കാണുന്നത്. ഞാൻ മുൻപ് ഒരു പ്രസംഗത്തിൽ, ഏത് ചാനലാണ് ഞാൻ ഓർക്കുന്നത് പറഞ്ഞതാണ്, ഒരു കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാൻ പോകുന്ന സമയത്ത് മുൻപ് പറയാറുണ്ട്, കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്ന സമയത്ത് 10 സെൻറ്റ് ഉണ്ടെങ്കിൽ 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്ക് തുല്യമായിട്ട് 5 സെൻറ്റ് വെച്ച് കൊടുത്ത് അവസാനിപ്പിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കാണുന്നു 10 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ അത് 2ആയിട്ട് ഭാഗം വയ്ക്കുന്നതിന് വരെ 3ആയിട്ട് ഭാഗം വയ്ക്കുന്ന ഒരു പങ്ക് മാതാപിതാക്കൾക്ക് മാറ്റി വയ്ക്കുന്നു. കുറേ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ 3ആയി ഭാഗം വെച്ചിരുന്നത് ഇപ്പം 4ആയിട്ട് പങ്ക് വയ്ക്കുകയാണ്. അപ്പനൊരു പങ്ക്, അമ്മയ്ക്കൊരു പങ്ക്, 2 മക്കൾക്ക് ഓരോ പങ്ക്. ഈ 3 അവസ്ഥകളും കുടുംബങ്ങളിൽ മധ്യസ്ഥം പറയാനും കുടുംബസ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ പോകുന്ന സമയത്ത് 3ഉം അനുഭവിക്കാനിടയായിട്ടാണ് ഞാൻ മുൻപ് ഏതോ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ഇവിടെ യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച വാലിൻ്റെ മണമാണ് എൻ്റെ മകൻ്റേത്. ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാകട്ടെ. ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ. നിന്റെ സഹോദരങ്ങൾക്ക് നീ നാഥനായിരിക്കും. നിന്റെ അമ്മയുടെ പുത്രന്മാർ നിനക്ക് മുൻപിൽ തലകുനിക്കട്ടെ. നിന്നെ ശപിക്കുന്നവർ ശക്തനും അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതനുമാകട്ടെ. നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതനാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിനെ അനുഗ്രഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ഇന്നത്തെ വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതരാകും, ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവരായി മാറും. ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നു, ഏസാവ് ഇതെല്ലാം കഴിഞ്ഞ് ഈ പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് കടന്നു വരുന്ന സമയത്ത് നമ്മൾ കാണുന്നു 34-ാമത്തെ വാക്യത്തിൽ, പിതാവിൻ്റെ വാക്കുകളുടെ ഏസാവ് അതീവ ദുഃഖിക്കുന്നു. പിതാവെ എന്നെയും അനുഗ്രഹിക്കുക എന്ന് അവൻ അപേക്ഷിച്ചു. പിതാവ് അനുഗ്രഹമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് എന്നെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത്. തുടർന്ന് 36-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 2 തവണ അവൻ എന്നെ ചതിച്ചു. യാക്കോബിനെ കുറിച്ച് ചേട്ടൻ ഏസാവ് പറഞ്ഞു, 2 തവണ അവൻ എന്നെ ചതിച്ചു. കടിഞ്ഞൂൽ അവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി. ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു വരം പോലും അങ്ങ് നീക്കി വെച്ചിട്ടില്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അനുഗ്രഹം പോലും വെച്ചിട്ടില്ലേ എന്ന്. അപ്പോൾ അതിന് മറുപടി പറയുകയാണ് 39-ാമത്തെ വാക്യത്തിൽ, ഇസാക്ക് പറഞ്ഞു, ആകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നീ അകന്നിരിക്കും. അനുഗ്രഹിക്കാനാണ് പറഞ്ഞത്, പക്ഷെ പകരം പറയുന്നത് ആകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്ന് നീ അകന്നിരിക്കും.
അല്ലെങ്കിൽ നിനക്ക് മരുഭൂമിവാസമാണ് നിനക്കുണ്ടാകുക. വാളുകൊണ്ട് നീ ജീവിക്കും, നിന്റെ സഹോദരൻ നീ ദാസ്യവൃത്തി ചെയ്യും. എന്നാൽ സ്വതന്ത്രനാക്കുമ്പോൾ ആ നഖം നീ തകർത്ത് കളയുകയും ചെയ്യും. ഇത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് 28-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. കാനാന്യ സ്ത്രീകളിൽ ആരെയും നീ വിവാഹം കഴിക്കരുത്. യാക്കോബിന് കൊടുക്കുന്ന ഉപദേശമാണ് വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ട്. കാനാന്യ അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് പറയണ, കാനാന്യ സ്ത്രീകളിൽ ആരെയും നീ വിവാഹം കഴിക്കരുത്. പാതാൻ അരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബത്തുവലിൻ്റെ വീട്ടിലേക്ക് പോകുക. അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ ഒരാളെ ഭാര്യയെ സ്വീകരിക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്ന് പല ജനതകളെ ഉളവാക്കട്ടെ. അബ്രാഹത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി ഉണ്ടാകട്ടെ. എബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കിന് ലഭിച്ച അനുഗ്രഹം ഇസ്ഹാക്ക് അത് യാക്കോബിനെ കൈമാറിക്കൊണ്ട് കൊടുക്കുന്നു. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അബ്രഹാമിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ദൈവമേ, ഏസാവിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനോട് ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇവിടെയാണ് കാണുന്നത്. അബ്രഹാത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടെ നൽകട്ടെ. നീ ഇപ്പോൾ പരദേശിയായി പറക്കുന്ന ദൈവം അബ്രഹാത്തിന് നൽകിയതുമായ ഈ നാട് നീ അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ. തുടർന്ന് 28-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. ഏസാവ് ആത്മകഥ പറയാണ്. കാനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കുന്ന അവൻ യാക്കോബിനോട് കൽപ്പിച്ചെന്ന് കേട്ട് കാനാന്യ സ്ത്രീകളെ 28-8 കാനാന്യ സ്ത്രീകളെ തന്റെ പിതാവായ ഇസ്ഹാക്കിന് ഇഷ്ടമല്ലെന്ന് മനസ്സിലായപ്പോൾ ഏസാവ് എബ്രാത്തിന്റെ മകനായ ഇസ്മായിലിന്റെ അടുത്ത് ചെന്ന് അവന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ മഹലത്തിനെ ഭാര്യയായി സ്വീകരിച്ചു. അവനുണ്ടായിരുന്ന മറ്റു ഭാര്യമാർക്ക് പുറമേ ആയിരുന്നു. ഇസ്മായിലിന്റെ മകളെ ഏസാവ് വിവാഹം കഴിച്ചു. തുടർന്ന് നമ്മൾ കാണുന്നു, ഇവൻ സഹോദരനെ ഭയപ്പെട്ടുകൊണ്ട് പോകുന്നു. ആ പോകുന്ന സമയത്ത് 28-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ഒരു കല്ലെടുത്ത് കീഴ് വെച്ച് അവൻ ഉറങ്ങാൻ കിടന്ന് അവനൊരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടി. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ട് ഗോവണിയുടെ മുകളിൽ നിന്ന് കർത്താവ് അരുളിച്ചു, നിന്റെ പിതാവായ എബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്, നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്ക് ലഭിക്കും, നിന്റെ സന്തതികൾക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിൽ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് കൊടുക്കുന്ന അനുഗ്രഹം ദൈവം യാക്കോബിനും വാഗ്ദാനം ചെയ്യുന്നു. 28-ാമത്തെ അധ്യായത്തിൽ 17-18 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. യാക്കോബിൻ്റെ ആത്മകഥയാണ്. ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമില്ല, സ്വർഗത്തിൻ്റെ കവാടമാണ്. ഇവിടെ സ്വർഗത്തിലേക്ക് വരുന്നൊരു ഗോവണി കാണുന്ന സമയത്ത് പറയുന്നു, ഇത് സ്വർഗത്തിൻ്റെ കവാടം. യാക്കോബ് അതിരാവിലെ എഴുതി തലയ്ക്ക് കീഴ് വെച്ച് കല്ലെടുത്ത് തൂണായി കുത്തി നിന്ന് അതിന്മേൽ എണ്ണ ഒഴിച്ച് അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. വീണ്ടും നമ്മൾ പലപ്പോഴും ഈ ബഥേൽ എന്ന പരാമർശനം നമ്മൾ പലയിടത്തുമായിട്ട് കാണുകയും ചെയ്യും. 22-ാമത്തെ വാക്യത്തിൽ ഈ ബലിപീഠം ഒരുക്കിയതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട്, എബ്രഹാം ഒരു ബലിപീഠം ഒരുക്കുന്നു, ഇസ്ഹാക്ക് ഒരു ബലിപീഠം ഒരുക്കുന്നു. അതിനുശേഷം അവർക്ക് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു. യാക്കോബും ബലിപീഠം ഒരുക്കുന്നു. 28-22 തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും, അവിടെ നിന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം 10-1 ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. ദശാംശം കൊടുക്കുവാൻ ഒരു തീരുമാനമെടുക്കുകയും അതുവഴി അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ കാണുന്നു, ലാബാന്റെ ഭവനത്തിൽ പോകുന്നു. ലാബാന്റെ ഭവനത്തിൽ പോകുന്ന സമയത്ത് കേവലം ഒരു വടിയുമായിട്ടാണ് പോകുന്നത്. റേച്ചലിനെ, ലാബാന്റെ 2ാമത്തെ മകളായ റേച്ചലിനെ കണ്ടുമുട്ടുന്നു. റേച്ചലിനെ വിവാഹം കഴിക്കുവാനായിട്ട് വിവാഹാലോചനയുമായിട്ട് ചെല്ലുന്ന സമയത്ത് ലാബാൻ പറയുന്നു, അന്ന് കാലത്തുണ്ടായിരുന്ന മെഹർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകുന്ന സമ്മാനം കൊടുക്കുവാനായിട്ട് ഇവൻ്റെ കൈവശമില്ലാത്തത് കൊണ്ട് സഹോദരപുത്രിയൊക്കെ ആണെങ്കിലും 7 വർഷം അടിമവേല ചെയ്യുവാനായിട്ട് ലാബാൻ യാക്കോബിനോട് നിർദ്ദേശിക്കുന്നു. റേച്ചലിനെ സുന്ദരിയായിരുന്നു, അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി 7 വർഷം അടിമവേല ചെയ്യുന്നു. 7 വർഷം ഒരു ദിവസമായിട്ടാണ് അവന് തോന്നിയത്. വിവാഹരാത്രി കാണുന്നു. വിവാഹരാത്രിയിൽ വധു മൂടുപടമണിഞ്ഞുകൊണ്ട് മണിയറയിൽ കടന്നു വരുന്ന സമയത്ത്, അന്ന് കാലത്തെ വിവാഹം പെൺകുട്ടിയുടെ അപ്പനും വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവുമായിട്ടാണ് വിവാഹ ഉടമ്പടി ഉറപ്പിക്കുന്നത്. പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത് മണിയറയിൽ വെച്ചാണ്. വിവാഹ വസ്ത്രത്തിൻ്റെ മൂടുപടം മാറ്റിയ സമയത്ത് റേച്ചലിന് പകരം റേച്ചലിൻ്റെ സഹോദരിയായ ലേയയാണ് കാണുന്നത്. ലേയെ കണ്ടുമുട്ടുന്ന വഴിക്ക് യാക്കോബ് കോപാകുലനാകുന്നു, ഇറങ്ങിപ്പോകുന്നു, ലാബാനോട് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ലാബാൻ വളരെ കൂളായിട്ട് നൽകുന്നൊരു മറുപടിയുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ മൂത്തവൾ നിൽക്കുമ്പോൾ അനിയത്തെ കെട്ടിക്കുന്ന പരിപാടി ഞങ്ങളുടെ നാട്ടിൽ ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തൃശ്ശൂരിലൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട്,
അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കെട്ടിച്ചു എന്നൊക്കെ പറയുന്ന ചില നാട്ടുഭാഷ ഉണ്ട്. ഇത് ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. 3500 വർഷം മുമ്പാണെന്ന് മാത്രം. റീച്ചലിനെ വിവാഹം കഴിക്കാൻ വേണ്ടി 7 വർഷം അടിമവേല ചെയ്യുന്ന യാക്കോബ് ആ 7 വർഷത്തിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് വിവാഹത്തിൻ്റെ ആദ്യ നാളിൽ കാണുന്നത് റേച്ചലിനെ, സുന്ദരിയായ റേച്ചലിന് പകരം വിരൂപിയായ കണ്ണുകൾക്ക് കാഴ്ച മങ്ങിപ്പോയ ലേയാണ്. പിന്നീട് റേച്ചലിനെ വിവാഹം കഴിക്കാനായിട്ട് ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നീ ലേയ വിവാഹം കഴിച്ചു, ഇനി റേച്ചലിനെ വിവാഹം കഴിപ്പിച്ചു തരാൻ നിനക്ക്, അല്ലെങ്കിൽ ചേച്ചി അനീതി, അന്നത്തെ ധാർമ്മിക പശ്ചാത്തലം സാമൂഹിക പശ്ചാത്തലം അനുസരിച്ച് അനീതി വിവാഹം കഴിച്ചു തരാം, പക്ഷേ 7 വർഷം കൂടെ അടിമവേല ചെയ്യുവാനായിട്ട് പറയും. വീണ്ടും 7 വർഷം അടിമവേല ചെയ്യുന്നു. അങ്ങനെ 14 വർഷം അടിമവേല ചെയ്യുന്നു. റേച്ചലിനെ വിവാഹം കഴിക്കുന്നു. ആ റേച്ചലിനെ വിവാഹം കഴിക്കുകയും അതോടൊപ്പം പരിചാരികമാരായി ബിൽഫ, സിൽഫ എന്ന 2 പെൺകുട്ടികളെ പരിചാരികമാരായി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭാര്യമാരായി തന്നെ അവരും കടന്നു വരുന്നു, ഉപനാരികളായി വരുന്നു. ഭാര്യയുടെ തോഴിമാർ ഭർത്താവിൻ്റെ ഉപനാരികളായി മാറുന്ന സാമൂഹ്യ പശ്ചാത്തലം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. എബ്രഹാത്തിന് ഹാഗാറിനെ ലഭിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഇത് സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, ഈ വീണ്ടും അവിടെ തന്നെ ജോലിയിൽ തുടരുന്ന സമയത്ത് കൂലി നിശ്ചയിക്കണം. പലപ്പോഴും ഈ ലാബാൻ വളരെ സൂത്രശാലി ആയതുകൊണ്ട് കൂലി നിശ്ചയിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാന സമയത്ത് തൊഴിലിലെ കൂലി നിശ്ചയിക്കുന്ന സമയത്ത് 30-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും പൊട്ടോ പുള്ളിയോ ഉള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം, അവ എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും, വെളുത്ത ചെമ്മരിയാടുകൾക്കാണ് വിപണി വിലയുള്ളത്, അതുകൊണ്ട് കറുത്ത ചെമ്മരിയാടുകളെയും പൊട്ടും പുള്ളിയോ ഉള്ള ആടുകളുടെ കമ്പിളി വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് എൻ്റെ പ്രതിഫലമായി തരാൻ പറയുന്നു. ലാബാൻ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ തമ്മിൽ കുറച്ച് ആടുകളെ കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സമയത്ത് പറയുന്നു, ആടുകളെ മേയ്ക്കുന്ന സമയത്ത് പൊട്ടും പുള്ളിയും ഉള്ളതും കറുത്ത ചെമ്മരിയാടും ഉണ്ടാവുകയാണെങ്കിൽ അത് കിട്ടുമെന്ന്. ഈ ലോകത്തിലെ ആദ്യത്തെ ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ ബ്രീഡിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഈ യാക്കോബാണ്. ഇന്നും ഇത് അനുകരണീയമായ മാതൃകയായിട്ട് തോന്നുന്നത്. യാക്കോബ് ഇലവിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞിലിൻ്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങിങ്ങ് വെളുപ്പ് കാണത്തക്ക വിധം തൊലിയുരിഞ്ഞ് കളഞ്ഞു. താൻ തൊലിയുരിഞ്ഞ് മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളെ അവയുടെ മുൻപിൽ കുത്തി നിർത്തി. വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേരാറുള്ളത്. ആടുകൾ ഈ കമ്പുകളുടെ മുൻപിൽ ഇണചേർന്നു. അവയ്ക്ക് പൊട്ടും പുള്ളിയും വരെയുമുള്ള കുട്ടികളുണ്ടായി. 41. കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോൾ അവൻ ഈ കമ്പുകൾ അവയുടെ കൺമുൻപിൽ പാത്തിയിൽ വയ്ക്കും. തന്മൂലം കമ്പുകൾക്കിടയിൽ അവ ഇണചേർന്നു. എന്നാൽ മെലിഞ്ഞവ ഇണചേർന്നപ്പോൾ അവൻ കമ്പുകൾ നാട്ടിയില്ല. അങ്ങനെ മെലിഞ്ഞവ ലാബാൻ്റേതും കരുത്തുള്ളവ യാക്കോബിൻ്റേതുമായി മാറി. ബ്രീഡിങ്ങിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സമ്പത്ത് ആർജിച്ചെടുക്കുന്നു. തുടർന്ന് നമ്മൾ യാക്കോബിൻ്റെ മക്കളെക്കുറിച്ച് 35-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ലേയുടെ പുത്രന്മാർ, യാക്കോബിൻ്റെ കടിഞ്ഞിൽ പുത്രൻ റൂബൻ, ശിമിയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബലൂൺ. റാഹേലിൻ്റെ പുത്രന്മാർ ജോസഫ്, ബെഞ്ചമിൻ. റാഹേലിൻ്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ, നഫ്താലി. ലേയുടെ പരിചാരികരായ സിൽഫയുടെ പുത്രന്മാർ ഗാദ്, ആഷേർ. യാക്കോബിന് പാതാം ആരാമിൽ വെച്ച് ജനിച്ച മക്കളാണ് ഇവർ. 12 മക്കൾ ജനിക്കുന്നു. ആ 12 മക്കൾ ജനിക്കുന്നതിനൊപ്പം തന്നെ പിന്നീട് ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് ഭാര്യയും മക്കളുമായിട്ട് ഒളിച്ചോടുന്നു. ലാബാൻ പിന്തുടരുന്നു. അതിനുശേഷം അവർ ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നു. 31-ാമത്തെ അധ്യായത്തിൽ 49-50 വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നു. നാം പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യ കാവലായിരിക്കട്ടെ. എൻ്റെ പുത്രിമാരോട് നീ അപമര്യാദയായി പെരുമാറുകയോ എൻ്റെ പുത്രിമാർക്ക് നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നമുക്ക് മധ്യ സാക്ഷിയാണെന്ന് ഓർക്കുക എന്ന് പറയും. അത് കഴിഞ്ഞ് അവിടുന്ന് യാക്കോബ് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ കാണുന്നു 32-ാമത്തെ അധ്യായത്തിൽ 24 തിരുവാക്യങ്ങൾ. യാക്കോബ് മാത്രം ഇക്കരെ നിന്ന് അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നു വരുന്നത് അവനുമായി മൽപിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി. മൽപിടുത്തത്തിനിടെ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ്. അവൻ മറുപടി പറഞ്ഞു. ഇപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല
ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോട് മനുഷ്യരോട് നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. അപ്പോൾ യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റുന്നു. അങ്ങോട്ട് പോകുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഗോവണി കാണുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ദൈവദൂതനായി മൽപ്പിടുത്തം നടത്തുകയും തുടർന്ന് അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ തിരിച്ചു വരുന്ന സമയത്ത് പിന്നീട് ഏസാവിനെ കണ്ടുമുട്ടുന്നു. ഏസാവുമായിട്ട് അനുരഞ്ജനപ്പെടുന്നു. ബഥേലിൽ വന്ന് താമസമാക്കുകയും ചെയ്യുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹിതാവായ ദൈവമേ, യാക്കോബിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, അപ്പനായ ഇസഹാക്കിൽ നിന്ന് തനിക്ക് അർഹതപ്പെട്ടതല്ലാതിരുന്നിട്ടും അമ്മയുടെ പിന്തുണയോടുകൂടി അനുഗ്രഹം സ്വീകരിക്കുന്നു. അനുഗ്രഹം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ സഹോദരൻ ഏസാവ് യാക്കോബിനെ കൊല്ലുവാനായിട്ട് വരുന്നു. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്നു. ബഥേലിൽ വെച്ച് ഒരു കല്ലിൽ തലവെച്ച് കിടന്നുറങ്ങുന്നു. രാത്രി ഒരു സ്വപ്നം കാണുന്നു. സ്വർഗം വരെ മുട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഗോവണി മാലാകമാർ കയറുകയും ഇറങ്ങുന്നു. ഇത് സ്വർഗത്തിലേക്കുള്ള കവാടം എന്ന് പറയുന്ന ദേശത്തിന് ബഥേൽ എന്ന് പേരിടുന്നു. അനുഗ്രഹം സ്വീകരിക്കുന്നു. ലാബാന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ലാബാന്റെ പുത്രിയായ റേച്ചലിനെ കാണുകയും അവളിൽ അനുരക്തയായി മാറുകയും ചെയ്യുന്നു. അവളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി 7 വർഷം അടിമവേല ചെയ്യുന്നു. എന്നാൽ വിവാഹരാത്രിയിൽ റേച്ചലിന് പകരം സഹോദരി ലേയാണ് മണവറയിൽ കണ്ടുമുട്ടുന്നത്. പിന്നീട് വീണ്ടും 7 വർഷം അടിമവേല ചെയ്ത് റേച്ചലിനെ വിവാഹം കഴിക്കുന്നു. ഈ 2 പേരിലായിട്ട് 12 ആൺകുട്ടികളും ദീന എന്നൊരു പെൺകുട്ടിയും 13 മക്കളെ അവർക്ക് ലഭിക്കുന്നു. ഇവർ 2 പേരുടെയും പരിചാരികയായ ബിൽഫയും സിൽഫയും കൂടെ ഉപനാരികളായി ഇവരോടൊപ്പം യാക്കോബിനോടൊപ്പം കടന്നു വരുന്നു. 14 വർഷം വേല ചെയ്തിട്ടും അടിമവേല ചെയ്തുകൊണ്ട് സമ്പത്തൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പിന്നീട് പറയുന്നു, കറുത്ത ആടുകളെയും പൊട്ടും പുള്ളിയുമുള്ള ആടുകളെ എനിക്ക് തരിക, നിന്റെ ആടുകളെ കൃഷി ചെയ്യുന്നതിനുള്ള പ്രതിഫലം അതായിരിക്കും. ലോകത്തിലെ ആദ്യത്തെ ബ്രീഡിംഗ് ടെക്നോളജി, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മൃഗസമ്പത്തുണ്ടാക്കുന്ന ടെക്നോളജി അവിടെ ചെയ്യുന്നു. അവിടെ ഇലവ് തുടങ്ങിയ മരങ്ങളിൽ തൊലി ഉരിഞ്ഞു മാറ്റി പൊട്ടും പുള്ളിയൊക്കെ വെച്ച് വെള്ളം കുടിക്കുന്ന സ്ഥലത്തും ഇണം ചേരുന്ന സ്ഥലത്തെ കൊണ്ട് സ്ഥാപിക്കുന്നു. അത് കണ്ടുകൊണ്ട് ഇണം ചേർന്ന ആടുകൾ പൊട്ടും പുള്ളിയും ഉള്ളതായി ജനിക്കുന്നു. കരുത്തുള്ളവ ഇണചേരുന്ന സമയത്തും വെള്ളം കുടിക്കുന്ന പാത്തികൾക്കിടയിൽ മരക്കമ്പുകൾ ഉയർത്തിക്കെട്ടി വയ്ക്കുന്നു. അതുകൊണ്ട് ശുഷ്കിച്ചവ മാത്രം അവിടെ വന്ന് ഇണചേരുന്നു, അല്ലാത്തവ പുറത്ത് ഇണചേരുന്നു. അതുകൊണ്ട് ബലമുള്ളതും ഉറപ്പുള്ളതുമായ ആരോഗ്യമുള്ള ആട്ടിൻകുട്ടികളെ മുഴുവൻ യാക്കോബിന് ലഭിക്കുന്നു. യാക്കോബ് മഹാസമ്പന്നനായി തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരുന്ന സമയത്ത് ഏസാവിനെ കണ്ടുമുട്ടുന്നു. ഏസാവുമായി അനുരഞ്ജനപ്പെടുന്നു. യാക്കോബും തൻ്റെ 2 ഭാര്യമാരും 2 ഉപനാരികളും തൻ്റെ 12 മക്കളും ഉൾപ്പെടെ ബഥേലിൽ വന്ന് താമസമാക്കുന്നു. എബ്രഹാത്തിൻ്റെ അനുഗ്രഹം ഇസഹാക്കിലേക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും ഈ അനുഗ്രഹം കടന്നു വരും. ഈ കടന്നു വന്ന അനുഗ്രഹം നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിനോട് പറയുന്നുണ്ട്, യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം ചതിയൻ എന്നാണ്. ഇനി മുതൽ നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, നിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. ദൈവത്തോടും മനുഷ്യനോടും യുദ്ധം ചെയ്ത് വിജയിച്ചവൻ എന്നാണ് ഇസ്രായേൽ എന്ന പദത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ യാക്കോബിനെയും യാക്കോബിൻ്റെ മക്കളും ഒരു വംശമായി മാറിയപ്പോൾ ഇസ്രായേൽ എന്ന് അവരെ വിളിച്ചു. ആ 12 മക്കളുടെ പിന്തുടർച്ചയിൽപ്പെട്ട ആളുകളാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് താമസിക്കുന്നത്. അബ്രഹാത്തിൽ നിന്ന് തുടങ്ങി ഇസഹാക്കിലൂടെ മുന്നോട്ട് പോയി യാക്കോബിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി 12 ഗോത്രങ്ങളുടെ ആയി മാറിയ സംഭവ പരമ്പരകളിലൂടെ കടന്നു പോകാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിൻ്റെ ആത്മീയമായ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ പിതാക്കന്മാരിൽ നിന്ന് പുത്രന്മാരിലേക്ക് പകരപ്പെടുന്ന ആത്മീയമായ നന്മകളും അനുഗ്രഹങ്ങളും എപ്രകാരം ഭാവി ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി മാറുമെന്നും ശാരീരികമായ ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് പുറകെ പോകാതെ ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുവാനും പ്രാർത്ഥിക്കുവാനും അത് നേടിയെടുക്കുന്നതിനും അത് ദൈവത്തോട് യുദ്ധം ചെയ്ത് മനുഷ്യനോട് യുദ്ധം ചെയ്ത് നേടിയെടുക്കാനുള്ള കൃപ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.